നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ടപ്പ്. ഹൈക്കോടതി കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി. പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം. കീം 2025 പരീക്ഷയുടെ പുതിയ തുല്യതാ ഫോർമുല നിയമവിരുദ്ധമെന്നും അന്യായമെന്നും കേരള ഹൈക്കോടതി വിധിച്ചു. ഫെബ്രുവരി 19, 2025 പ്രോസ്പെക്ടസിനനുസൃതമായി പുതിയ റാങ്ക് ലിസ്റ്റ് ജൂലൈ 10 തയ്യാറാക്കാൻ പ്രവേശന കമ്മീഷണർക്ക് നിർദ്ദേശം. എഞ്ചിനീയറിംഗ് കോളേജുകൾ ആശങ്കയിൽ. വിദ്യാർത്ഥി ഒഴുക്ക് പുറത്തേക്ക്. സ്വയംഭരണ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ആശങ്ക പ്രകടിപ്പിച്ചു. തർക്കം മൂലം ഉന്നത റാങ്കുള്ള വിദ്യാർത്ഥികൾ കേരളം വിട്ട് പുറത്തേക്കുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധ്യത. അസോസിയേഷൻ റാങ്ക് ലിസ്റ്റ് പരിഷ്കരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകി. 134 ആശുപത്രി കെട്ടിടങ്ങൾ ഉപയോഗയോഗ്യമല്ല. എറണാകുളത്ത് മാത്രം 41 കെട്ടിടങ്ങൾ. ആരോഗ്യവകുപ്പ് നടത്തിയ ഓഡിറ്റ് പ്രകാരം കേരളത്തിൽ 134 സർക്കാർ ആശുപത്രികൾ ജീർണാവസ്ഥയിലോ അപകടാവസ്ഥയിലോ ആണ്. അതിൽ 41 എണ്ണം എറണാകുളത്ത് മാത്രം. കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തം ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. 10 ലക്ഷം നഷ്ടപരിഹാരവും സർക്കാർ ജോലി വാഗ്ദാനവും. കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിൽ മരിച്ച യുവതിയുടെ കുടുംബത്തിന് 10 ലക്ഷം നഷ്ടപരിഹാരമായി നൽകാനും മകന് സർക്കാർ ജോലി നൽകാനും മന്ത്രിസഭ തീരുമാനം. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും മുന്നറിയിപ്പ് നൽകി. ജൂലൈ 11 വരെ മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. 2499 ഹെക്ടർ വനഭൂമി നിയമാനുസൃതമാക്കാൻ കേന്ദ്രത്തോട് അപേക്ഷ. 1977 മുൻപ് ഉപയോഗിച്ച് 2499 ഹെക്ടർ വനഭൂമി നിയമപരമായി അനുവദിക്കാൻ കേരള സർക്കാർ കേന്ദ്രത്തോട് അപേക്ഷിച്ചു. ഇതിൽ 8500-ലധികം കുടുംബങ്ങളെ ബാധിക്കുന്നു. കൂടാതെ 6000 പേർക്ക് കൂടി ഗുണം ലഭിക്കാൻ സാധ്യത. ഇന്ത്യ ഇംഗ്ലണ്ട് ലോർഡ്സിൽ 3-ാം ടെസ്റ്റ് ആരംഭിച്ചു. ടെസ്റ്റ് സീരീസിൽ നിലവിൽ 1-1 സമമാണ്. ഇംഗ്ലണ്ട് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ തിരിച്ചെത്തി. ജോഫ്ര ആർച്ചർ 2021 ശേഷം ആദ്യമായി ഇംഗ്ലണ്ട് ടീമിൽ. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ടെസ്റ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റനായ ഡോൺ ബ്രാഡ്മാന്റെ റെക്കോർഡ് തേക്കാൻ ഒരുങ്ങുന്നു. ബുംറയുടെ ആദ്യ ഓവറുകളിൽ മിന്നും പ്രകടനം. ആർച്ചറി വേൾഡ് കപ്പ് മാഡ്രിഡിൽ ചരിത്ര റെക്കോർഡ്. ഇന്ത്യയുടെ ഋഷഭ് യാദവ്, ജ്യോതി സുരേഖ കൂട്ടുകെട്ട് മിക്സഡ് ടീം ലോക റെക്കോർഡ് തകർത്തു. ഇരുവരും വ്യക്തിഗതവും ടീമിനങ്ങളിലും ടോപ്പ് സീഡിംഗ് നേടുകയും ചെയ്തു. ഹൈബ് സിനിഫെസ്റ്റ് ഇന്ത്യയിൽ ആരംഭിച്ചു. ദക്ഷിണ കൊറിയൻ എന്റർടൈൻമെന്റ് ഭീമൻ ഹൈബ് ഇന്ത്യയിലെ ആദ്യ സിനിഫെസ്റ്റ് ആരംഭിച്ചു. ജൂലൈ 10 മുതൽ 12 വരെ PVR ഇനോക്സ് തിയേറ്ററുകളിലും BTS, 17, TXT, ഇർലിറ്റ് എന്നിവയുടെ കൺസേർട്ട് സിനിമകളും പ്രദർശിപ്പിക്കുന്നു. നോറബാങ്ക് എന്ന കരോക്കി സെക്ഷനും ആകർഷണമാണ്. മോഹൻലാൽ പ്രഖ്യാപിച്ച പുതിയ ചിത്രം L365. മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പുതിയ ചിത്രം L365 പ്രഖ്യാപിച്ചു. ചിത്ര സംവിധാനം ചെയ്യുന്നത് ഓസ്റ്റിൻ ഡാൻ തോമസ്. രചന രതീഷ് രവി. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൻ സ്വീകരണം നേടി. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.